തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7ാം തന്ത്രത്തിലെ ഒരു പുതിയ കാണ്ഡത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നോക്കൂ, സദാശിവ സ്വരൂപം എന്നാണ് ഈ കാണ്ഡത്തിൻ്റെ പേര്. സദാശിവൻ്റെ രൂപത്തിൻ്റെ സവിശേഷതയെക്കുറിച്ചിട്ട് ഇവിടെ തിരുമൂലദേവൻ പറയുന്നു. നോക്കൂ, വേദാവും മഹാവിഷ്ണു രുദ്രമഹേശൻ താനും മേധാവി ഗജമുഖൻ പിൻ നാദവും ബിന്ദുതാനും ആധാരമാകും ശക്തിയോടാ ശിവനും ഓർത്താൽ എല്ലാം സദാശിവമേകമല്ലോ. എല്ലാം സദാശിവത്തിൽ അടങ്ങുന്നു. ശിവന് അനേകമനേകം രൂപഭാവങ്ങളുണ്ട്. ഈ രൂപഭാവങ്ങളെല്ലാം ഒന്നിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദുവാണ് സദാശിവൻ. അപ്പോൾ ശിവനിൽ രുദ്രനുണ്ട്, മഹാദേവനുണ്ട്, അങ്ങനെ പല പല രൂപഭേദങ്ങളുണ്ട്. ഈ രൂപഭേദങ്ങളെല്ലാം ഒന്നിക്കുന്ന ഒരു മഹാരൂപമാണ് സദാശിവൻ്റേത്. ഇതാ നോക്കൂ, മേധാവ്, പിന്നെ മഹാവിഷ്ണു, രുദ്രൻ, മഹേശൻ, ഇവരെല്ലാം ഈ സദാശിവനിലടങ്ങുന്നു. നോക്കൂ, ബ്രഹ്മൻ, വിഷ്ണു, രുദ്രൻ, ഇവരുടെ മുകളിൽ മഹേശൻ, ഇവരെല്ലാം സദാശിവനിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നെ മഹേശനും മുകളിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചമുഖനാണ് സദാശിവൻ. അപ്പോൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനെയും മേലുള്ള എല്ലാ ശിവരൂപങ്ങളുടെയും മൂർത്തിമത്ഭാവമായ, എല്ലാ ശിവരൂപങ്ങളുടെയും മേൽഭാവമായ സദാശിവൻ ബിന്ദുനാഥ ആധാര ശക്തികളെല്ലാം അടങ്ങി കുണ്ടലിനി ശക്തിയോട് ചേർന്ന് അതുമായി നിലകൊള്ളുന്ന സദാശിവൻ. അപ്പോൾ സദാശിവൻ എന്നുള്ളത് എല്ലാ ശിവന്മാരുടെയും മൂർത്തിമത് ഭാവമാണ്. ഇവിടെ നമുക്ക് സദാശിവൻ്റെ രൂപഭേദങ്ങളെക്കുറിച്ച് ശൈവ ദർശനത്തിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ശിവൻ്റെ രൂപത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുന്നത് തിരുവിളയാടൽ പുരാണത്തിലും സ്കന്ദ പുരാണത്തിലുമാണ്. അതേപോലെ ഒരുപാട് സംഭവങ്ങളും ഈ സദാശിവൻ്റെ സദാശിവലിംഗവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. സദാശിവ ജ്യോതിർലിംഗവുമായിട്ട് പറയുന്നുണ്ട്. നോക്കൂ, ഒരിക്കൽ ശിവൻ ജ്യോതിസ്വരൂപമായി നിന്നപ്പോൾ വിഷ്ണുവും ബ്രഹ്മാവും ശിവൻ്റെ അടിയും മുടിയും കണ്ടറിയുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയുണ്ടായി. അതിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ശിവൻ എല്ലാത്തിൻ്റെയും ആദ്യമധ്യാന്തങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ദേവനാണെന്ന്. ചില പുരാണങ്ങളിൽ ശിവൻ്റെ ചില അവയവങ്ങളിൽ നിന്നും വിഷ്ണുവും ബ്രഹ്മാവും ഉണ്ടായതായി പറയുന്നു. ശിവൻ വിശ്വകാരണൻ എന്ന് അറിയപ്പെടുന്നു. സദാശിവന് 5 പ്രവൃത്തികളുണ്ട് എന്നാണ് പറയുന്നത്. 3 പ്രവൃത്തികൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം. പിന്നെ തിരോഭാവം, അനുഗ്രഹം, അങ്ങനെ പഞ്ചമുഖങ്ങൾ ശിവനുണ്ട്. ഇതിനെല്ലാം മേലെയാണ് സദാശിവരൂപം. ആ സദാശിവരൂപന് അനേകം ഗുണവിശേഷങ്ങളുള്ളതായി ശൈവ സിദ്ധാന്തത്തിൽ പറയുന്നുണ്ട്. ആനന്ദശക്തി, അനാദിബോധം, സ്വതന്ത്രത, സർവജ്ഞത, അത്ഭുതശക്തി, നിത്യതൃപ്തി, നിരാമയാത്മ, വിശുദ്ധ ശരീരം എന്നിവയാണ്
ആ പ്രത്യേകതകളെല്ലാം തന്നെ. അതുപോലെ ഹാലാസ്യ മഹാത്മ്യത്തിലും ശിവൻ്റെ ഒരുപാട് ഗുണഗണങ്ങളെപ്പറ്റി, സദാശിവൻ്റെ രൂപഗുണങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതിൽ എല്ലാ വേദത്തിൻ്റെയും വേദമാണ് സദാശിവൻ. കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും എല്ലാം ഈ സദാശിവലിംഗത്തിൽ മുഴുകിക്കഴിയുന്നു. ജ്ഞാനകാണ്ഡ വേദങ്ങളും അതേപോലെ തന്നെ സച്ചിദാനന്ദ സ്വരൂപവും എല്ലാം തന്നെ ഈ സദാശിവമൂർത്തിയിൽ വിളങ്ങുന്നു എന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. ദാ നോക്കൂ, വേദാവും മഹാവിഷ്ണു, രുദ്രൻ, മഹേശൻ, ഗജമുഖൻ, നാദം, ബിന്ദു എല്ലാം ഇതിൽ സദാശിവനിൽ അടങ്ങുന്നു. അതുകൊണ്ടാണ് ലിംഗാഷ്ടകത്തിൽ ഭഗവത് പാദർ പാടുന്നത്, ബ്രഹ്മമുരാരി സുരാർച്ചിതലിംഗം നിർമ്മലപാഷിത ശോഭിതലിംഗം ജന്മജ ദുഃഖ വിനാശകലിംഗം തൽപ്രണമാമി സദാശിവലിംഗം. ലിംഗം ഇവിടെ സദാശിവലിംഗമാണ്. എല്ലാത്തിൻ്റെയും മൂലകാരണമായ എല്ലാ ശിവരൂപങ്ങൾക്കും അധിപനായ ആ സദാശിവലിംഗത്തെ ഞാനിതാ നമിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും അധിപനായ സദാശിവൻ, ദാദാ തത്വങ്ങളെല്ലാമേ അരൂപമായി ഇരുന്നിടും വസ്തുക്കളായിത്തീരും രൂപം കൊള്ളുന്ന നേരം തത്വങ്ങളെല്ലാം അത്രേ സർവവുമായി നിൽക്കും തത്വങ്ങളായി നിൽപ്പതെന്നും സദാശിവം. അപ്പോൾ എല്ലാത്തിൻ്റെയും രൂപമാണ് സദാശിവരൂപം. തത്വങ്ങളെല്ലാം അരൂപമായി തീർന്നിടും. എല്ലാ തത്വങ്ങളും 96 തത്വങ്ങളും അരൂപങ്ങളാണ്. ആ അരൂപങ്ങളായ തത്വങ്ങളെല്ലാം രൂപം ധരിക്കുമ്പോൾ, രൂപം കൊള്ളുമ്പോൾ അത് വസ്തുക്കളായി മാറും. ഇതും സദാശിവൻ്റെ മഹിമ കൊണ്ടത്രേ. തത്വങ്ങളെല്ലാം അത്രേ സർവവുമായി നിൽക്കും. എല്ലാ തത്വങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ സദാശിവ രൂപമാണ്. നമുക്ക് അതിൻ്റെ അർത്ഥം കൂടെ നോക്കാം. ഇതാ നോക്കൂ, തത്വങ്ങളെല്ലാം സൂക്ഷ്മതത്വങ്ങളാണ്. സൂക്ഷ്മതത്വങ്ങൾ സ്ഥൂലങ്ങളാകുമ്പോൾ ചരാചരമെന്ന നാമരൂപങ്ങളായിത്തീരുന്നു. സുഖോദയ വസ്തുക്കളെല്ലാം ശക്തി ശിവരൂപങ്ങളാണ്. ഇപ്രകാരം തത്വങ്ങൾ തന്നെയാണ് പ്രപഞ്ചത്തെ എല്ലാം ചരാചര വസ്തുക്കളായും ജീവനായും നിലകൊള്ളുന്നത്. അപ്പോൾ തത്വപ്പൊരുളാണ് സദാശിവം. ഇനി നമുക്ക് ആ തത്വപ്പൊരുളിലേക്ക് കിടക്കാം. നോക്കൂ, ശിവൻ്റെ ശിഞ്ചീതം മുഴങ്ങുന്ന ശിരസ്, ഉച്ചി ഈശാനമുഖം, പിന്നെ ഉറപ്പാർന്ന കീഴ്മുഖം തൽപുരുഷൻ, പിന്നെ പ്രപഞ്ച ദൃശ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഹൃദയകമലം അഘോരമുഖം, പിന്നെ മഹത്വമാർന്ന ഗുഹ്യമുഖം വാമദേവം, പിന്നെ പാദപങ്കജം സദ്യോജാതം. അങ്ങനെ 5 മുഖങ്ങൾ ഉൾക്കൊള്ളുന്നവനാണ് സദാശിവൻ. എല്ലാ പഞ്ചമുഖങ്ങളുടെയും പ്രധാനിയാണ് സദാശിവൻ. അതുകൊണ്ട് ശിവരൂപത്തിൽ വച്ച് ഏറ്റവും ഉന്നതമായ സ്ഥാനം, ഏറ്റവും ശക്തമായ രൂപം സദാശിവൻ്റേതത്രേ. അത് ഉച്ചിയിൽ വിളങ്ങുന്ന സദാശിവനാണ്. ആ ഉച്ചിയിൽ വിളങ്ങുന്ന സദാശിവനെയാണ് ഭക്തന്മാർ ന്യാസിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ചില മന്ത്രങ്ങളുണ്ട്. ഈശാനമൂർത്തിയെ നമ, തൽപുരുഷ വക്ത്രായ നമഃ, അഘോര ഹൃദയായ നമ എന്നൊക്കെയുള്ള ന്യാസക്രമങ്ങൾ പണ്ടുകാലം തന്നെ ഈ താന്ത്രിക ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. അത് തന്ത്രശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ സദാശിവരൂപം എന്ന് പറയുന്നത് എല്ലാ ശിവരൂപങ്ങളുടെയും ഉന്നതമായ
ഒരു സ്ഥാനമാണ് സദാശിവൻ്റേത്. സദാശിവനിൽ എല്ലാം അടങ്ങുന്നു. 5 മുഖങ്ങളും സദാശിവനിൽ ഒടുങ്ങുന്നു. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സംഹാരങ്ങളെല്ലാം സദാശിവനിൽ ഒടുങ്ങുന്നു. ബ്രഹ്മ വിഷ്ണു രുദ്രന്മാർ, അതേപോലെ ഗണപതി, അതുപോലെ ബിന്ദു നാദ ശക്തികൾ എല്ലാം സദാശിവനിൽ അടങ്ങുന്നു. അതുകൊണ്ട് സദാശിവൻ്റെ മുമ്പിൽ ഞാൻ പ്രണമിക്കുന്നു. ഇതാണ് സദാശിവ രൂപത്തെക്കുറിച്ച് തിരുമൂലദേവൻ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.